പറവൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. പറവൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാർ ഈ പട്ടികയിൽ ഇടം നേടി ഇപ്പോൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ചോദിച്ചോളൂ. ഗൗതം, ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു മണ്ഡലം പറവൂരാണ്. പറവൂരിൽ കോൺഗ്രസിൽ നിന്നും വന്ന BJPയുടെ ഭാഗമായ വത്സല പ്രസന്നകുമാറാണ് സ്ഥാനാർത്ഥിയായി. നേരത്തെ AICC അംഗമായിരുന്നു, KPCC ജനറൽ സെക്രട്ടറി അടക്കമുള്ള നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ സ്ഥാനാർത്ഥിത്വം ലഭിച്ചതിന് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. താങ്ക് യു. വലിയ ഒരു പോരാട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. കാരണം ശക്തമായ മത്സരം. നേരത്തെ വലിയ പാർട്ടിയിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച കാലം മുതൽ ജനകീയമായ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇടപെട്ടുള്ള മുൻപരിചയമെല്ലാം ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ മത്സരത്തെ കാണുന്നത്? ഈ മത്സരത്തെ, ഈ സ്ഥാനാർത്ഥിത്വത്തെ ഞാൻ ഒരുപാട് സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താമര വിരിയും, ഇവിടെ താമര ഇതളുകൾ സൂര്യപ്രകാശത്തിൽ വിരിയും പോലെ ഇവിടെ വികസനത്തിൻ്റെ ഈ പറവൂരിൽ മോദിജി പറയുന്ന കേരളത്തിൻ്റെ വികസനത്തെക്കുറിച്ച്, വികസിത കേരളം എന്ന് പറയുന്നത് വികസിത പറവൂരാക്കി മാറ്റാൻ ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇവിടെ നല്ല ശക്തമായൊരു സംഘടനാ പ്രവർത്തനം നടക്കുന്നുണ്ട്. ആ സംഘടനാ പ്രവർത്തനത്തിൽ എനിക്ക് വളരെ ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം കൈമുതലാക്കിക്കൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ അപരിചിത എല്ലാവർക്കാർക്കും 10-25 വർഷത്തോളം ഞാനിവിടെ ഏറ്റവും താഴെത്തട്ടിൽ നിന്നാണ് ഒരു ജനപ്രതിനിധി കൗൺസിലറാകുന്ന ഏറ്റവും താഴെക്കിടയിലുള്ള ജനങ്ങളുമായിട്ടാണ് സമ്പർക്കം ഉണ്ടാകുന്നത്. ആ സമ്പർക്കം തീർച്ചയായിട്ടും എനിക്കൊരു മുതൽക്കൂട്ടാണ്. എന്നെ സ്നേഹിക്കുന്നവരെല്ലാം എന്നെ ഇപ്പോഴേ വിളിച്ച് തന്നെ എനിക്ക് വേണ്ട ആശംസകളൊക്കെ നേരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ താമര വിരിയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജനങ്ങളുടെ വികസനം, ജനങ്ങളുടെ സന്തോഷം, ജനങ്ങളുടെ സ്നേഹം, അതാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വികസന കാഴ്ചപ്പാട് സ്ത്രീകളോട് തീർച്ചയായിട്ടും ആ വികസന കാഴ്ചപ്പാട് തന്നെ മുന്നിലേക്ക് വരുത്തിക്കൊണ്ടാണ് എനിക്കിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഈ പാർട്ടി എങ്ങനെയാണ് നമ്മളോടൊക്കെ നിലപാടെടുക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തീർച്ചയായിട്ടും അതൊരു വലിയ പ്ലസ് പോയിൻ്റാണ്. ആ പ്ലസ് പോയിൻ്റ് തന്നെ ജനങ്ങൾക്ക് പകർന്നു കൊടുക്കണം. ജനങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ മുഴുവനും ആയിട്ടില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും BJP പുറകോട്ട് പോകുന്നത്. അത് ഇനി വരുന്ന കാലഘട്ടത്തിൽ അത് വളരെ മുന്നോട്ട് പോകും എന്നുള്ളതിനൊരു സംശയവുമില്ല. ശക്തമായ നേതൃത്വം, ഇന്ത്യയിൽ ശക്തമായൊരു നേതൃത്വമുണ്ട്. ആ നേതൃത്വത്തിൻ്റെ സ്ഫുരണങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിനെ വലുതാക്കും. നമ്മുടെ പറവൂരിന് ഒരുപാട് വികസനങ്ങൾ, ഇവിടെ പറവൂര് വികസനത്തിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്. എത്രയോ കാലങ്ങൾക്ക് മുൻപുള്ള ആ തന്നെ കിടപ്പാണ് ഇപ്പോഴും കാണുന്നത്. എവിടെയെങ്കിലും ഒരു തോട് നന്നാക്കി, റോഡ് നന്നാക്കി, അങ്ങനെ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് പറവൂരിൻ്റെ വികസന കാഴ്ചപ്പാട് മാറ്റിയെടുക്കണം എന്ന് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനെനിക്ക് എൻ്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. ഇങ്ങനെയൊരു സ്ഥാനാർത്ഥിത്വം കിട്ടിയപ്പോൾ തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ നിങ്ങൾ കാണുന്നുണ്ട്. അതൊരു നിമിഷം കൊണ്ട് ഓടിയെത്തിയ ആളുകളാണ്. അവർ തന്നെ മതി ഇവിടെ എല്ലാ പ്രവർത്തന സജ്ജീകരണങ്ങളും നടത്താനായിട്ട്. മത്സരം പ്രതിപക്ഷ നേതാവിനോടാണ് എന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കുഴപ്പമില്ല. നമ്മൾ ആരോടും മത്സരിക്കാൻ തയ്യാറാവണം. നമ്മൾ പ്രതിപക്ഷ നേതാവിനോടും ആയാലും ആരോടായാലും നമ്മൾ വികസനത്തിൻ്റെ കാഴ്ചപ്പാടും നമ്മുടെ മനസ്സിൻ്റെ നന്മയും നമ്മൾ മുന്നോട്ട് വയ്ക്കുക. നമ്മൾ തീർച്ചയായിട്ടും ആ പ്രവർത്തനം ആത്മാർത്ഥമായിട്ട് ഒരാളോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അവർക്കത് വിശ്വാസമുണ്ടെങ്കിൽ, ഞാൻ പുതിയതായിട്ട് വന്ന ഒരാളല്ല, ഈ മണ്ണിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ്, ജനിച്ചപ്പോൾ മുതൽ കാണുന്ന ആളുകളാണ്. വിവാഹം കഴിച്ച് പറവൂര് വന്നു. ഞാൻ പുത്തൻവേലിക്കരക്കാരിയാണ്. ഈ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു ഭാഗമാണ് പുത്തൻവേലിക്കര. അതുകൊണ്ട് ഈ 25 വർഷം ഞാൻ രംഗത്തുണ്ടായിരുന്നു. എന്നെ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്കറിയാം ഞാൻ ആരാണ്, എന്താണ് എന്ന് തിരിച്ചറിയുന്ന ജനങ്ങൾ. ശക്തമായ ഒരു പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട്, ഞാൻ NDAയുടെ തണലിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയും. അത് തന്നെയാണ് എൻ്റെ ആത്മവിശ്വാസം. അപ്പുറത്ത് നിൽക്കുന്നവരെ നമ്മളത് അതിനെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. ഗൗതം, വലിയ ഒരു പാർട്ടി പ്രവർത്തകരുടെ നിര തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വം അറിഞ്ഞതിന് ശേഷം. അതുതന്നെയാണ് ഇവിടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ചിഹ്നത്തിലേക്ക് മത്സരം എത്തുകയാണ്? NDA ശക്തമായ BDJs ആണെങ്കിലും എല്ലാം തന്നെ ശക്തമായി തന്നെ നിലയുറപ്പിച്ചിരുന്ന ഒരു മണ്ഡലം കൂടിയാണ്. എങ്ങനെയാണ് ഈ ഒരു മത്സരത്തെ കാണുന്നത്? തീർച്ചയായിട്ടും കൂടുതൽ പറവൂരിലെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയും NDA ഒരു ശക്തമായ ഒരു മത്സരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹം പറവൂരിൽ നിന്ന് തന്നെ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥി തന്നെ ഞങ്ങൾക്ക് പാർട്ടിക്ക് തന്നിരിക്കുകയാണ്. പറവൂരിലെ NDAയുടെ സ്ഥാനാർത്ഥി വത്സല പ്രസന്നകുമാർ
പ്രതികരിക്കുകയായിരുന്നു ജനം ടിവിയോട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മത്സരത്തിന് ഇറങ്ങുന്നത് എന്ന പ്രതികരണമാണ് വത്സല പ്രസന്നകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് BJPയുടെ കേന്ദ്ര നേതൃത്വം ഇന്ന് പുറത്തുവിട്ടത്. ഇന്നലെ വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന BJPയുടെ സുപ്രധാനമായ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി കേരള നേതൃത്വം മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകി. ഈ പശ്ചാത്തലത്തിലാണ് ഇന്നിപ്പോൾ ദേശീയ നേതൃത്വം തന്നെ ഈ പട്ടിക പ്രസിദ്ധീകരിച്ചത്. ആദ്യഘട്ടത്തിൽ 47 അംഗ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ 39 അംഗ സ്ഥാനാർത്ഥി പട്ടികയാണ് BJP ദേശീയ നേതൃത്വം പുറത്തുവിട്ടത്. വി ബിനീഷും ജിജീഷ് കരുണാകരനും പ്രശാന്ത് ശങ്കരമംഗലത്തുമാണ് വിവരങ്ങളുമായി ചേർന്നത്.